സാക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് മണി ആൻഡ് ബാങ്കിങ് എന്ന ചാപ്റ്ററിനെ കുറിച്ചായിരുന്നു. ആ ചാപ്റ്ററിൽ നമ്മൾ മണി എന്നാൽ എന്ത് എന്ന് പറഞ്ഞു, പണമുണ്ടാകുന്നതിന് മുമ്പുള്ള എക്സ്ചേഞ്ച് സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു. ആ സിസ്റ്റത്തെ വിളിക്കുന്ന പേരായിരുന്നു ബാർട്ടർ സിസ്റ്റം. ആ രീതിയിലുള്ള എക്സ്ചേഞ്ച് സിസ്റ്റത്തിന് ഉണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞു. അതാണ് ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം എന്ന ഹെഡിങ്ങിൽ നമ്മൾ പറഞ്ഞു. അതിനുശേഷം പണം, മണി, ഫങ്ഷൻസ് ഓഫ് മണി. അത് പണത്തിൻ്റെ ധർമ്മങ്ങളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാമെന്നും, പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും. പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് എക്സ്ചേഞ്ചും മെഷർ ഓഫ് വാല്യൂ. സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോർ ഓഫ് വാല്യൂ, ട്രാൻസ്ഫർ ഓഫ് വാല്യൂ ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ഡെഫേർഡ് പേയ്മെൻറ്റ്സ്. ഇത്രയുമായിരുന്നു ഫങ്ഷൻസ് ഓഫ് മണി. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഡിമാൻഡ് ഫോർ മണി ആണ്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി പ്രിഫറൻസ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ പണമായി കയ്യിൽ സൂക്ഷിക്കുന്നത്? അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. പ്രിക്കോഷണറി മോട്ടീവ്, ട്രാൻസാക്ഷൻ മോട്ടീവ് ആൻഡ് സ്പെക്കുലേറ്റീവ് മോട്ടീവ്. ഇത്രയും ഭാഗങ്ങൾ മണി ആൻഡ് ബാങ്കിങ് എന്ന ചാപ്റ്ററിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മണി സപ്ലൈയെക്കുറിച്ചാണ്. മണി സപ്ലൈ അല്ലെങ്കിൽ സപ്ലൈ ഓഫ് മണി. ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് മണി സപ്ലൈ. ദി ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഹെൽഡ് ബൈ ദി പീപ്പിൾ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് നോൺ ആസ് ടോട്ടൽ മണി സപ്ലൈ ഇൻ ദി എക്കോണമി. ദി ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഹെൽഡ് ബൈ ദി പബ്ലിക് അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു രാജ്യത്തിലെ ജനവിഭാഗങ്ങളുടെ കയ്യിൽ ഒരു പ്രത്യേക സമയത്ത് ഉണ്ടായിരിക്കുന്ന പണത്തിൻ്റെ അളവിനെയാണ് ആ രാജ്യത്തിൻ്റെ ആകെ മണി സപ്ലൈ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് എത്രമാത്രം ജനങ്ങളുണ്ടോ, എത്രമാത്രം ഇൻഡിവിജ്വൽസ് ഉണ്ടോ, എത്രമാത്രം പ്രൊഡക്റ്റീവ് ഫേംസ് ഉണ്ടോ, എത്രമാത്രം ബിസിനസ് കൺസേൺസുകളുണ്ടോ, ഇവരുടെ എല്ലാവരുടെയും കൂടി കയ്യിൽ ഒരു പ്രത്യേക സമയത്ത് എത്രമാത്രം ക്യാഷ് ഉണ്ട്, ലിക്വിഡ് മണി ഉണ്ട്, അതിൻ്റെ ആകെ തുക വിളിക്കുന്ന പേരാണ് ആ സമ്പദ് വ്യവസ്ഥയിലെ മണി സപ്ലൈ എന്ന്. അപ്പോൾ മണി സപ്ലൈ മീൻസ് ദി ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഹെൽഡ് ബൈ ദി പീപ്പിൾ, ദാറ്റ് മീൻസ് പൊസസ്ഡ് ഓർ കെപ്റ്റ് ബൈ ദി പീപ്പിൾ അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് നോൺ ആസ് ടോട്ടൽ മണി സപ്ലൈ ഇൻ ദി എക്കോണമി. അപ്പോൾ മണി സപ്ലൈ എന്നാൽ എന്ത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരു പ്രത്യേക സമയത്ത് ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള മണി സപ്ലൈ എത്രയാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? ഫ്രം 1977 onwards, RBI publishes 4 measures to measure the supply of money. 1977 മുതൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മണി സപ്ലൈ അളക്കുന്നതിന് വേണ്ടി 4 അളവ് കോലുകൾ പ്രഖ്യാപിച്ചു. ഫ്രം 1977 onwards, RBI publishes 4 measures, 4 അളവുകൾ പബ്ലിഷ് ചെയ്തു ഓഫ് മണി സപ്ലൈ, മണിയുടെ സപ്ലൈയെ കുറിച്ച്. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു രാജ്യത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കൂടി കയ്യിൽ ഉള്ള ലിക്വിഡ് ക്യാഷിൻ്റെ എന്നുവെച്ചാൽ കറൻസീസ് ആൻഡ് കോയിൻസിൻ്റെ ആകെ തുകയെ വിളിക്കുന്ന പേരാണ് ആ സമൂഹത്തിലെ മണി സപ്ലൈ എന്ന്. ഇനിയും ഇത് എത്രയുണ്ട് എന്ന് അളക്കുന്നതിന് 1977 മുതൽ 4 അളവുകൾ RBI പ്രഖ്യാപിച്ചു. ഈ അളവുകളാണ് M1, M2, M3 ആൻഡ് M4. അപ്പോൾ ഫ്രം 1977 onwards, RBI publishes 4 measures of money supply. They are M1, M2, M3 and M4. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് വാട്ട് ഡസ് RBI മീൻ ഫോർ M1
M2, M3 and M4. RBI M1 means CU plus DD. CU means currencies and coins held by the people. DD means demand deposit in commercial banks. അപ്പോൾ 1977 മുതൽ പണത്തിൻ്റെ സപ്ലൈ അളക്കുന്നതിന് 4 അളവുകൾ RBI പ്രഖ്യാപിച്ചു. അത് M1, M2, M3 ആൻഡ് M4 എന്നിങ്ങനെയാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് M1 എന്നതുകൊണ്ട് RBI എന്താണ് ഉദ്ദേശിക്കുന്നത്, M2 എന്നതുകൊണ്ട് എന്താണ്, M3 ആൻഡ് M4 എന്നതുകൊണ്ട് എന്താണ്. M1 എന്നാൽ CU പ്ലസ് DD എന്നാണ് പറയുന്നത്. CU മീൻസ് കറൻസീസ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദി പീപ്പിൾ. ജനങ്ങളുടെ കൈവശമുള്ള കറൻസി നോട്ടുകളും നാണയങ്ങളും. DD മീൻസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ജനങ്ങൾ അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കുന്ന എല്ലാ ഡെപ്പോസിറ്റുകളും ഇല്ല, മറിച്ച് ഡിമാൻഡ് ഡെപ്പോസിറ്റുകൾ മാത്രം. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ജനങ്ങളുടെ കൈവശമുള്ള കറൻസീസ് ആൻഡ് കോയിൻസ് എത്രയുണ്ട്, അവർ എത്രമാത്രം ഡിമാൻഡ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെയും ആകത്തുകയെ മണി സപ്ലൈ ആയിട്ട് പറയാം. അപ്പോൾ RBI മണി സപ്ലൈക്കുള്ള ഒന്നാമത്തെ അളവാണ് പറഞ്ഞത് M1. M1 എന്നാൽ എന്തെന്ന് പറഞ്ഞു, CU പ്ലസ് DD. അപ്പൊ പറയുന്നു എന്താണ് CU, കറൻസീസ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദി പീപ്പിൾ. ജനങ്ങളുടെ കൈവശമുള്ള കറൻസി നോട്ടുകളും നാണയങ്ങളും. DD എന്നാൽ ജനങ്ങളുടെ കൈവശമുള്ള ജനങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നടത്തിയിരിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതാണ് ഒന്നാമത്തെ അളവ്. ഇനി രണ്ടാമത്തെ അളവാണ് M3 പ്ലസ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ്. അപ്പോൾ M1 ഉണ്ട്, M2വിനകത്ത് M1 ഉണ്ട്, കറൻസീസ് ആൻഡ് കോയിൻസും ഉണ്ട്, കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നടത്തിയിരിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ജനങ്ങൾ നടത്തുന്ന മറ്റൊരു നിക്ഷേപ രൂപമാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ്. അപ്പോൾ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ്. അപ്പോൾ M1വിനകത്ത് 2 കാര്യങ്ങളേ ഉള്ളൂ, കറൻസീസ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദി പീപ്പിളും ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. M2 വരുമ്പോൾ അതിൻ്റെ കൂടി ഒന്നും കൂടി വരുന്നു, സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ്. അപ്പോൾ അത് 3ഉം കൂടി ചേരുന്നതാണ് M2. ഇനി അടുത്ത മൂന്നാമത്തെ അളവുകളാണ് M3. M1 പ്ലസ്, M1നകത്ത് ആരൊക്കെയുണ്ട്, കറൻസീസ് ആൻഡ് കോയിൻസും ഉണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്. അതിൻ്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ടൈം ഡെപ്പോസിറ്റ് മീൻസ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ കറൻസീസ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദി പീപ്പിൾ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, ടൈം ഡെപ്പോസിറ്റ് ഓർ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ദീസ് 3 കോൺസ്റ്റിറ്റ്യൂട്ട് M3. അപ്പോൾ M1 ആയി, കറൻസീസ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദി പീപ്പിൾ ആയി. M2 ആയി, ഈ കറൻസീസ് ആൻഡ് കോയിൻസും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കൂടെ പോസ്റ്റ് ഓഫീസിലുള്ള സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റായി. അടുത്ത M3 വന്നു, കറൻസീസ് ആൻഡ് കോയിൻസും ഡിമാൻഡ് ഡെപ്പോസിറ്റും, അത് M1, അതും പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇനി M4. M3 പ്ലസ്, അതായത് കറൻസീസ് ആൻഡ് കോയിൻസ് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക് പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഓഫ് പോസ്റ്റ് ഓഫീസ് ഓർഗനൈസേഷൻ എക്സ്ക്ലൂഡിംഗ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഓഫ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷൻ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷനിലെ മൊത്തം ഡെപ്പോസിറ്റ്, ആ ഡെപ്പോസിറ്റിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കണം, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്സ്. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് സേവിങ്സിൽ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ഒഴികെയുള്ള മറ്റെല്ലാ ഡെപ്പോസിറ്റുകളും കൂടി ചേർന്നാണ് M4 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ജനങ്ങളുടെ കൈവശമുള്ള കറൻസീസ് ആൻഡ് കോയിൻസിൻ്റെ ആകത്തുകയെ വിളിക്കുന്ന പേരാണ് മണി സപ്ലൈ. 1977 മുതൽ 4 അളവുകളാണ് RBI പബ്ലിഷ് ചെയ്തത് മണി സപ്ലൈക്കുള്ള. ആ അളവുകളാണ് M1, M2, M3 ആൻഡ് M4.
M1 എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കൈവശമുള്ള കറൻസീസ് ആൻഡ് കോയിൻസും അവർ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നടത്തിയിരിക്കുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ്. M2 എന്ന് പറഞ്ഞാൽ ഈ കറൻസീസ് ആൻഡ് കോയിൻസും ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും കൂടി പോസ്റ്റ് ഓഫീസിൽ ജനങ്ങൾ നടത്തിയിരിക്കുന്ന സേവിങ്സ് ഡെപ്പോസിറ്റ്. ഇനി M3 എന്ന് പറഞ്ഞാലോ ഈ കറൻസീസ് ആൻഡ് കോയിൻസും ഡിമാൻഡ് ഡെപ്പോസിറ്റും കൊമേഴ്ഷ്യൽ ബാങ്കിൽ നടത്തിയിരിക്കുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്. ഇനി M4 എന്ന് പറയുമ്പോൾ അതായത് കറൻസീസ് ആൻഡ് കോയിൻസ് ഉണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, പിന്നെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷനുള്ള എല്ലാ ഡെപ്പോസിറ്റും എന്തൊഴിച്ച് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്സ് വെച്ച്. ഈ 4 മെഷർമെൻറ്റുകളാണ് 1977 മുതൽ മണി സപ്ലൈക്ക് വേണ്ടി RBI പബ്ലിഷ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 4 മെഷർമെൻറ്റുകളുടെ പ്രത്യേകതകളാണ്. Among these 4 measurements, that means M1, M2, M3 and M4. M1 and M2 are measures of narrow money. That means easily convertible. അതാണ് നാരോ മണി എന്ന് പറയുന്നത്. M1ഉം M2ഉം മെഷേഴ്സ് ഓഫ് നാരോ മണിയാണ്. ഇപ്പോൾ കറൻസീസ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദി പീപ്പിൾ ലിക്വിഡ് ക്യാഷിന് തുല്യമാണ്. ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് അതിൽ ലിക്വിഡ് ക്യാഷിന് സമമാണ്. അതുപോലെ പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ M1ഉം M2ഉമാണ് മെഷേഴ്സ് ഓഫ് നാരോ മണി. ആൻഡ് M3 ആൻഡ് M4 ആർ മെഷേഴ്സ് ഓഫ് ബ്രോഡ് മണി. ദാറ്റ് മീൻസ് ഇറ്റ് ടേക്ക് ടൈംസ് ടു കൺവേർട്ട് ടു ദി ലിക്വിഡ് ക്യാഷ്. അതിനെ ലിക്വിഡ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സമയമെടുക്കും. അതാണ് ബ്രോഡ് മണി. അപ്പോൾ M1ഉം M2ഉം മെഷേഴ്സ് ഓഫ് നാരോ മണി, M3യും M4ഉം മെഷേഴ്സ് ഓഫ് ബ്രോഡ് മണിയും ആണ്. മെഷേഴ്സ് ഓഫ് ബ്രോഡ് മണി. Among these, M1 is the most liquid measure of money supply and M3 is the least liquid measure of money supply. M1 is the most liquid measure of money supply and M3 is the least liquid measure of money supply. അതിൽ ഏറ്റവും പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് M3യും and M1 is the most liquid measure of money supply and M3 അല്ല, M4 is the least liquid measure of money supply. M4 ആണ് അതിൽ ഏറ്റവും ലീസ്റ്റ് ലിക്വിഡ് ആയിട്ടുള്ള, എന്നുവെച്ചാൽ കൺവേർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള മണി സപ്ലൈ. ഇനി പക്ഷേ നമ്മളൊരു കാര്യം നോക്കേണ്ടത്, സാധാരണയായിട്ട് ഒരു രാജ്യത്തിലെ മണി സപ്ലൈ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് M3 ഈസ് ആൾസോ നോൺ ആസ് അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സസ്. സോ M3 ഈസ് ടേക്കൺ ആസ് എ കോമൺ മെഷർ ഓഫ് മണി സപ്ലൈ. M3 ആണ് നമ്മൾ കോമൺ മെഷർ ഓഫ് മണി സപ്ലൈ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് നമുക്ക് മണി സപ്ലൈയെ കുറിച്ച് പറയുന്നത്. അപ്പം മണി സപ്ലൈയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഒരു പ്രത്യേക സമയത്ത് ജനങ്ങളുടെ കൈവശമുള്ള കറൻസീസ് ആൻഡ് കോയിൻസിൻ്റെ ആകത്തുകയെ ആ രാജ്യത്തിൻ്റെ മണി സപ്ലൈ എന്നറിയപ്പെടുന്നു. 1977 മുതൽ RBI 4 മെഷേഴ്സാണ് മണി സപ്ലൈക്ക് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അത് M1ഉം M2ഉം M3യും M4ഉം. M1 എന്ന് പറഞ്ഞാൽ CU plus DD. CU കറൻസീസ് ആൻഡ് കോയിൻസ് ഹെൽഡ് ബൈ ദി പീപ്പിൾ ആൻഡ് DD മീൻസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അത് M2 മീൻസ് M1 പ്ലസ് M1ൻ്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. M2 മീൻസ് സേവിങ്സ് ഡെപ്പോസിറ്റ്, സേവിംഗ് ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്സ്. അത് M3 ഉണ്ട്, M1 പ്ലസ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. M4 means M3 plus total deposit with post office savings organizations except national savings certificates. അപ്പോൾ ഈ 4 മെഷർമെൻറ്റിൽ ഉള്ള പ്രത്യേകതകളാണ് ഇനിയും പറയുന്നത്. M1ഉം M2ഉം മെഷേഴ്സ് ഓഫ് നാരോ മണി, M3യും M4ഉം മെഷേഴ്സ് ഓഫ് ബ്രോഡ് മണി. ഇതിൽ M1 മോസ്റ്റ് ലിക്വിഡും M4 ലീസ്റ്റ് ലിക്വിഡുമാണ്. ഇനി ഒരു സമ്പദ് വ്യവസ്ഥയിലെ മണി സപ്ലൈക്കുള്ള കോമൺ മെഷർമെൻറ്റ് M3 ആണ്. M3യെ വിളിക്കുന്ന മറ്റൊരു പേരാണ് അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സസ്. ഇത്രയുമാണ് മണി സപ്ലൈ എന്ന് പറയുന്ന ഭാഗത്ത്. അപ്പോൾ നമ്മൾ പറഞ്ഞതൊന്നും ഓർമ്മിച്ചോണം. ആദ്യത്തെ ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബാർട്ടർ സിസ്റ്റം, ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം,
പിന്നെ മണി, ഫങ്ഷൻസ് ഓഫ് മണി, അത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി. ഇപ്പം നമ്മൾ സപ്ലൈ ഓഫ് മണി. ഇനിയും നമുക്ക് ആ ഭാഗത്തു നിന്ന് പഠിക്കുവാനുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളും അതിൻ്റെ ധർമ്മങ്ങളും 8 മാർക്കിന് മിക്കവാറും ചോദിക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു പോർഷനാണ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. നമുക്ക് നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. Among the banking institutions in the organized sector, commercial banks are the oldest one, having wide network of branches spreading all over the world. Among the banking institutions in the organized sector എന്ന് പറഞ്ഞു. 1756 ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോകത്ത് ആരംഭിച്ചതിന് ശേഷം പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളും വന്നിട്ടുണ്ട്. അതിൽ ഓർഗനൈസ്ഡ് ബാങ്കുകളുണ്ട്, അൺഓർഗനൈസ്ഡ് ബാങ്കുകളുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഓർഗനൈസ്ഡ് സെക്ടറിൽപ്പെടുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് യമങ് ദി ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദി ഓർഗനൈസ്ഡ് സെക്ടർ. സംഘടിത ബാങ്കിങ് സെക്ടറുകളിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദി ഓൾഡസ്റ്റ് വൺ. ഇപ്പൊ സംഘടിത ബാങ്ക്, ലോകത്തുള്ള സംഘടിത ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ബാങ്കുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇനിയും കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ മറ്റൊരു പ്രത്യേകത എന്താ? ഹാവിംഗ് വൈഡ് നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് സ്പ്രെഡിങ് ആൾ ഓവർ ദി വേൾഡ്. ലോകത്താകമാനം ശാഖകളുമായി വ്യാപിച്ചു കിടക്കുന്നതും സംഘടിത ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്നതുമായ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ സംഘടിത ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്നതാണ്. അതോടൊപ്പം തന്നെ രാജ്യത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന ശാഖകളും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദി ഓൾഡസ്റ്റ് വൺ, ഹാവിംഗ് wide network of branches spreading all over the world. ഇനി അങ്ങനെയുള്ള ഈ ബാങ്ക് എന്താണ് ചെയ്യുക എന്നാണ്. The main activities of commercial banks is accepting deposit from the public and giving loans. പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, പൊതുജനങ്ങൾക്ക് വായ്പകൾ നൽകുക. അപ്പോൾ സംഘടിത ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്നതും രാജ്യത്താകമാനം ലോകത്താകമാനം ബ്രാഞ്ചുകൾ, ശാഖകളോടും കൂടി പ്രവർത്തിക്കുന്ന ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അങ്ങനെയുള്ള ബാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുക, പൊതുജനങ്ങൾക്ക് വായ്പകൾ ലഭ്യമാക്കുക എന്നുള്ളത്. ഇനി പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പലിശ നൽകുന്നുണ്ട്. ആ പലിശയെ വിളിക്കുന്ന പേര് ബോറോയിങ് റേറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് വായ്പ അങ്ങോട്ട് നൽകുന്നുണ്ട്. വായ്പ നൽകുമ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പലിശയെ ലെൻഡിങ് റേറ്റ് എന്ന് വിളിക്കുന്നു. ഈ രണ്ട് റേറ്റുകളും തമ്മിലുള്ള അന്തരം, അകലം അല്ലെങ്കിൽ വ്യത്യാസത്തെ സ്പ്രെഡ് എന്ന് വിളിക്കുന്നു. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സംഘടിത ബാങ്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്നതും ലോകത്താകമാനം ശാഖകളോടുകൂടി പ്രവർത്തിക്കുന്നതുമായ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, ജനങ്ങൾക്ക് വായ്പകൾ നൽകുക എന്നുള്ളതാണ്. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുമ്പോൾ ബാങ്കുകൾ പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് നൽകുന്ന പലിശയെ ബോറോയിങ് റേറ്റ് എന്നും, കൊമേഴ്ഷ്യൽ ബാങ്ക് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന പലിശയെ ലെൻഡിങ് റേറ്റ് എന്നും വിളിക്കുന്നു. ഈ രണ്ട് റേറ്റുകളും തമ്മിലുള്ള വ്യത്യാസത്തെ സ്പ്രെഡ് എന്ന് വിളിക്കുന്നു. ഈ സ്പ്രെഡാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ധർമ്മങ്ങൾ എന്താണ്? The major function performed by commercial bank to a modern world can be broadly classified into three. They are primary function, secondary function and development function. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഒരു ആധുനിക സമൂഹത്തിന് ചെയ്തു തരുന്ന ധർമ്മങ്ങളെ പ്രധാനമായും നമുക്ക് മൂന്നായി തരംതിരിക്കാം. പ്രൈമറി ഫംഗ്ഷൻ എന്നും, സെക്കൻഡറി ഫംഗ്ഷൻ എന്നും, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ എന്നും
മൂന്നായി തരംതിരിക്കാം. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ആധുനിക സമൂഹത്തിന് വളരെയധികം ധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ നിർവഹിക്കുന്ന ആ ധർമ്മങ്ങളെ പ്രധാനമായും നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് ആ ധർമ്മങ്ങൾ? ഒന്നാമത്തെ ധർമ്മമാണ് പ്രൈമറി, പ്രാഥമിക ധർമ്മങ്ങൾ. സെക്കൻഡറി ഫംഗ്ഷൻ, ദ്വിതീയ ധർമ്മങ്ങൾ. ഡെവലപ്മെന്റ് ഫംഗ്ഷൻ, വികസന ഫംഗ്ഷൻ ധർമ്മങ്ങൾ എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കാം. അതിലാദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കാം, പ്രൈമറി ഫംഗ്ഷൻ. There are two primary functions of commercial banks. കൊമേഴ്ഷ്യൽ ബാങ്കിന് രണ്ട് പ്രൈമറി ഫങ്ഷൻസ്. ഒന്ന് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, രണ്ട് ലെൻഡിങ് മണി. അപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക, പൊതുജനങ്ങൾക്ക് വായ്പകൾ നൽകുക. പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രാഥമികത. പൊതുജനങ്ങൾക്ക് വായ്പകൾ നൽകുക എന്നുള്ളത് രണ്ടാമത്തെ പ്രാഥമിക ധർമ്മവും ആണ്. ഇത് രണ്ടെണ്ണമാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ പ്രൈമറി ഫങ്ഷൻസ്. അപ്പോൾ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. പൊതുജനങ്ങളിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കുക എന്നുള്ളത് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങളിൽ ഒന്നാണ്. ദി വേരിയസ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റഡ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ആ നിക്ഷേപങ്ങളെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും 6 തരത്തിലുള്ള നിക്ഷേപങ്ങൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സ്വീകരിക്കുന്നു. നിങ്ങൾക്ക് 3 തരത്തിലുള്ള നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുവാനുള്ളൂ. ബാക്കി നിക്ഷേപങ്ങളുടെ പേര് മാത്രം നമുക്ക് ഇപ്പോൾ എഴുതാം. ബാക്കി നമുക്ക് പിന്നീട്, അല്ലെങ്കിൽ നിങ്ങൾ കോളേജ് ക്ലാസ്സിൽ ബികോമിനൊക്കെ പോകുമ്പോൾ ബാക്കി ഉള്ള ഫംഗ്ഷനെ കുറിച്ച് പഠിക്കും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ രണ്ടെണ്ണമാണ്, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ്. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നു അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സ്വീകരിക്കുന്ന പ്രധാനപ്പെട്ട നിക്ഷേപങ്ങളാണ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓർ കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് ഓർ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്, എൻഡോമെന്റ് ഡെപ്പോസിറ്റ്, മിസലേനിയസ് ഡെപ്പോസിറ്റ്. ഇതിൽ ആദ്യത്തെ 3 ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓർ കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്. ഇത് 3 നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്, ഡിമാൻഡ് ഓർ കറണ്ട് ഡെപ്പോസിറ്റ്സ്. എന്താണ് ഈ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓർ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? ദീസ് ആർ ഡെപ്പോസിറ്റ്സ് വിച്ച് ആർ വിഡ്രോൺ ഓൺ ഡിമാൻഡ് ബൈ ദി ഡെപ്പോസിറ്റർ. നമ്മൾ ബാങ്കിലേക്ക് പണം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് നിക്ഷേപിച്ചു. നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ആവശ്യപ്പെടുന്ന സമയത്ത്, ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ ഡെപ്പോസിറ്റുകളെ ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് ആർ ദി ഡെപ്പോസിറ്റ്സ് which are withdrawn on demand by the depositor. So these deposits are called demand deposits. Banks usually do not give any interest on current deposits, but overdraft facility is available. ഇപ്പോൾ നമ്മൾ ബാങ്കിലേക്ക് പണം കൊണ്ട് നിക്ഷേപിച്ചു, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എപ്പോഴാണോ നമുക്ക് ആവശ്യമുള്ളത് ആ സമയത്ത് നമുക്ക് പിൻവലിക്കാം. അപ്പം ബാങ്കിന് അറിയാൻ പറ്റില്ല കസ്റ്റമർ ഇന്ന് പണം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നാളെ വിഡ്രോ ചെയ്യുമോ ഇല്ലയോ എന്ന് ബാങ്കിന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കറണ്ട് ഡെപ്പോസിറ്റിന് മേൽ ബാങ്ക് സാധാരണയായിട്ട് പലിശ കൊടുക്കാറില്ല. പക്ഷേ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിന് ബാങ്ക് ചെയ്തു കൊടുക്കുന്ന മറ്റൊരു ഫെസിലിറ്റിയാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ആർ അലൗഡ് ടു വിഡ്രോ മോർ ദാൻ വാട്ട് ഈസ് ലെഫ്റ്റ് ഇൻ ഹിസ് അക്കൗണ്ട്. ഒരു കസ്റ്റമറെ തൻ്റെ അക്കൗണ്ടിലുള്ളതിനേക്കാൾ കൂടുതൽ പണം പിൻവലിക്കുവാൻ ബാങ്ക് അനുവദിക്കുന്നു. ഈ ഫെസിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി. അപ്പോൾ പലിശ കൊടുക്കില്ല ബാങ്ക്, പക്ഷേ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്നുണ്ട്. There is no restrictions on the number of times of withdrawal. അതോടൊപ്പം തന്നെ ഇത്തരം നിക്ഷേപങ്ങൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഈ ഡെപ്പോസിറ്റുകൾ പിൻവലിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. ഇത്രയുമാണ് നമുക്ക് കറണ്ട് ഡെപ്പോസിറ്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറയാനുള്ളത്. These are deposits which are withdrawn on demand by the depositor.
So these deposits are called demand deposits. Bank usually do not give any interest on demand deposit or current deposit, but overdraft facility is available. There is no restrictions for the number of times of withdrawal. എത്ര പ്രാവശ്യം പിൻവലിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് യാതൊരു നിയന്ത്രണങ്ങളും ഈ നിക്ഷേപത്തിൻ്റെ മേൽ ഇല്ല. അപ്പോൾ ബാങ്കിൻ്റെ പ്രൈമറി ഫംഗ്ഷനിൽ ഒന്നാമത്തതാണ് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. ബാങ്ക് സ്വീകരിക്കുന്ന വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളിൽ ഒന്നാമത്തതാണ് കറണ്ട് ഡെപ്പോസിറ്റോ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. കസ്റ്റമർ ആവശ്യപ്പെടുന്ന സമയത്ത് പിൻവലിക്കാം, പലിശ കൊടുക്കത്തില്ല, ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ലഭ്യമാണ്, എത്ര പ്രാവശ്യം പിൻവലിക്കാൻ പറ്റും എന്നതിനെ സംബന്ധിച്ച് യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ല. അതാണ് കറണ്ട് ഡെപ്പോസിറ്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്. ഇത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ്. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഈ സേവിങ്സ് ഡെപ്പോസിറ്റ്സ്. എന്താണ് സേവിങ്സ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്? ദീസ് ആർ ഡെപ്പോസിറ്റ്സ് which are intended to encourage the habit of thrift and savings among lower and middle income people who wish to save a part of their current income for their future needs and earn an additional income from their savings. അപ്പോൾ സേവിങ്സ് ഡെപ്പോസിറ്റ് ആരെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്? സ്മാൾ ആൻഡ് ഓർ ലോവർ ആൻഡ് മിഡിൽ ഇൻകം പീപ്പിളിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളതാണ്. അപ്പോൾ ഹയർ ഇൻകം പീപ്പിളിനെ സേവിങ്സ് ഡെപ്പോസിറ്റ് ഫോക്കസ് ചെയ്യുന്നതില്ല. അപ്പോൾ ദീസ് ആർ ഡെപ്പോസിറ്റ്സ് വിച്ച് ആർ ഇൻറ്റൻഡഡ് ടു എൻകറേജ് ഓർ പ്രോത്സാഹിപ്പിക്കണം, പ്രൊമോട്ട് ചെയ്യണം. എന്തിന്? ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ്. ഇപ്പം ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കണം. ഏതൊക്കെ ജനങ്ങളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കണം? ലോവർ ആൻഡ് മിഡിൽ ഇൻകം പീപ്പിൾ. അപ്പോൾ കുറഞ്ഞതും ഇടത്തരം വരുമാനക്കാരുമായിട്ടുള്ള ആൾക്കാരുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിക്ഷേപം. ഇനി എല്ലാ കുറഞ്ഞതും ഇടത്തരക്കാരുമായ വരുമാനമുള്ളവരെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എങ്ങനെയുള്ളവരെ മാത്രമേ ഉള്ളൂ? ഹൂ വിഷ് ടു സേവ് എ പാർട്ട് ഓഫ് ദെയർ കറണ്ട് ഇൻകം ഫോർ ദെയർ ഫ്യൂച്ചർ നീഡ്സ്. ഏത് ലോവർ ആൻഡ് മിഡിൽ ഇൻകം പീപ്പിളിനാണോ അവൻ്റെ ഇന്നത്തെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ, അല്ലെ നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ തയ്യാറുള്ള. അപ്പോൾ ഇന്നത്തെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നാളത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ താല്പര്യമുള്ള ലോവർ ആൻഡ് മിഡിൽ ഇൻകം പീപ്പിളിൻ്റെ ഹാബിറ്റ് ഓഫ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ്സ് എൻകറേജ് ചെയ്യുന്ന, പ്രൊമോട്ട് ചെയ്യുന്നതിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിക്ഷേപമാണ് സേവിങ് ഡെപ്പോസിറ്റ്. അതോടൊപ്പം തന്നെ അവരുടെ ആ സമ്പാദ്യത്തിൽ നിന്ന് അവർക്കൊരു അഡീഷണൽ വരുമാനം ഉണ്ടാവുകയും ചെയ്യണം. ആൻഡ് ഏൺ ആൻ എക്സ്ട്രാ ഇൻകം ഫ്രം ദെയർ സേവിങ്സ്. അപ്പോൾ തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് തങ്ങൾക്ക് വീണ്ടും ഒരു വരുമാനം ഉണ്ടാകണം എന്ന ആഗ്രഹമുള്ള, ഇന്നത്തെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നാളത്തെ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്ന ആഗ്രഹമുള്ള കുറഞ്ഞതും ഇടത്തരക്കാരുമായ വരുമാനക്കാരുടെ സമ്പാദ്യശീലത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിക്ഷേപമാണ് സേവിങ്സ് ഡെപ്പോസിറ്റ്സ്. ഇനി നമുക്ക് സേവിങ്സ് ഡെപ്പോസിറ്റിന്റെ ബാക്കി പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. These deposits can also withdrawn on demand by the depositor. കറണ്ട് ഡെപ്പോസിറ്റിനെ പോലെ തന്നെ ഈ ഡെപ്പോസിറ്റും ഡെപ്പോസിറ്റർക്ക് ആവശ്യമുള്ള സമയത്ത് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ there are certain restrictions for the number of times of withdrawal. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വർഷം എത്ര പ്രാവശ്യം ഇതിൽ നിന്ന് പണം പിൻവലിക്കാം എന്നതിനെ സംബന്ധിച്ച് ചില നിയന്ത്രണങ്ങൾ ഉണ്ട്. ഹിയർ ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഈസ് നോട്ട് അവൈലബിൾ, ബട്ട് ബാങ്ക് ഓഫേഴ്സ് സം ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ഡെപ്പോസിറ്റ്സ്. അപ്പം ആ രീതിയിൽ നമുക്ക് ഓർക്കണം, കറണ്ട് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം. രണ്ട് ഡെപ്പോസിറ്റുകളും ഡെപ്പോസിറ്റർ ആവശ്യപ്പെടുന്ന സമയത്ത് പിൻവലിക്കാം. എന്നാൽ കറണ്ട് ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നതിൽ യാതൊരു നിയന്ത്രണവുമില്ല. പക്ഷേ സേവിങ്സ് ഡെപ്പോസിറ്റ് പിൻവലിക്കുന്നതിൽ ചെറിയ നിയന്ത്രണങ്ങൾ. സേവിങ്സ് ഡെപ്പോസിറ്റ്. ഇനി മൂന്നാമത്തെ ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക് അക്സെപ്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ഡെപ്പോസിറ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്. ദീസ് ഡെപ്പോസിറ്റ്സ് ആർ വിഡ്രോൺ only after a specified period of time agreed upon by the depositor and the banks at the time of deposit.
സോ ദീസ് ഡെപ്പോസിറ്റ്സ് ആർ കാൾഡ് ടൈം ഡെപ്പോസിറ്റ്. ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്ററും കസ്റ്റമറും കൂടി എഗ്രി ചെയ്ത സമയത്തിന് ശേഷം മാത്രം പിൻവലിക്കാൻ കഴിയുന്ന ഡെപ്പോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ടൈം ഡെപ്പോസിറ്റ്. അപ്പോൾ ആ സമയപരിധി വന്നതുകൊണ്ടാണ് ഇത്തരം ഡെപ്പോസിറ്റുകളെ ടൈം ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദീസ് ഡെപ്പോസിറ്റ്സ് ക്യാരി ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ഡെപ്പോസിറ്റുകൾക്കാണ് ബാങ്ക് ഏറ്റവും ഉയർന്ന പലിശ നൽകുന്നത്. കാരണം ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്ററും ബാങ്കറും കൂടെ എഗ്രി ചെയ്തു, എനിക്ക് ഇത്ര കാലം കഴിഞ്ഞ് മതി ഈ ഡെപ്പോസിറ്റ് ചെയ്ത തുക. അപ്പോൾ അത്രയും കാലത്തേക്ക് ബാങ്കിന് ആ പണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബാങ്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെ ടൈം ഡെപ്പോസിറ്റിന് ഏറ്റവും ഉയർന്ന പലിശ നൽകുന്നത്. ഇതാണ് പ്രധാനമായും 3 തരത്തിലുള്ള ഡെപ്പോസിറ്റ്. ഇപ്പം കറണ്ട് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും ഡെപ്പോസിറ്റർ ആവശ്യപ്പെടുന്ന സമയത്ത് പിൻവലിക്കാം. എത്ര പ്രാവശ്യം പിൻവലിക്കാമെന്ന് ഒരു നിയന്ത്രണവും കറണ്ട് ഡെപ്പോസിറ്റിനില്ല. സേവിങ്സ് ഡെപ്പോസിറ്റിന് നിയന്ത്രണം ഉണ്ട്. കറണ്ട് ഡെപ്പോസിറ്റിന് ബാങ്ക് പലിശ കൊടുക്കില്ല. സേവിങ്സ് ഡെപ്പോസിറ്റിന് നോർമൽ ഇൻട്രസ്റ്റ് കൊടുക്കും. കറണ്ട് ഡെപ്പോസിറ്റിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി ഉണ്ട്. സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിന് ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് ഇല്ല. ഇത്രയുമാണ് കറണ്ട് ഡെപ്പോസിറ്റും സേവിങ്സ് ഡെപ്പോസിറ്റും തമ്മിലുള്ള വ്യത്യാസം. അത് കഴിഞ്ഞ് പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഡെപ്പോസിറ്ററും ബാങ്കറും കൂടി എഗ്രി ചെയ്ത ആ സമയത്തിന് ശേഷം മാത്രം വിഡ്രോ ചെയ്യാൻ കഴിയുന്ന ഡെപ്പോസിറ്റാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ്. ആ ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെ ടൈം ഡെപ്പോസിറ്റ് എന്ന പേര് വിളിക്കുന്നത്. സാധാരണയായിട്ട് ബാങ്ക് ഏറ്റവും ഉയർന്ന പലിശയാണ് ഈ ഡെപ്പോസിറ്റുകൾക്ക് നൽകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മൊത്തം 6 തരത്തിലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ 3 തരത്തിലുള്ള ഡെപ്പോസിറ്റാണ് ഡിസ്കസ് ചെയ്തത്. ബാക്കിയുള്ള 3 തരത്തിലുള്ള ഡെപ്പോസിറ്റാണ് റെക്കറിംഗ് ഓർ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്, എൻഡോമെന്റ് ഡെപ്പോസിറ്റ്, മിസലേനിയസ് ഡെപ്പോസിറ്റ്. ഈ ഡെപ്പോസിറ്റുകളെ കുറിച്ച് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല. പക്ഷേ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷനിൽ ഒന്നാമത്തെ പ്രൈമറി ഫംഗ്ഷനായ അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് പറയുമ്പോൾ നമ്മൾ ഈ 6 ഡെപ്പോസിറ്റും പറയും. അപ്പോൾ ആ ഡെപ്പോസിറ്റുകളുടെ പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്തോണം. 4-മത്തതാണ് റെക്കറിംഗ് ഓർ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്, 5-മത്തെ എൻഡോമെന്റ് ഡെപ്പോസിറ്റ്, 6-മത്തത് മിസലേനിയസ് ഡെപ്പോസിറ്റ്സ്. ഇത്രയുമാണ് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ 1-മത്തെ പ്രൈമറി ഫംഗ്ഷൻ, അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. ഇനി 2-മത്തെ പ്രൈമറി ഫംഗ്ഷനാണ് ലെൻഡിങ് മണി. ലെൻഡിങ് മണി, പണം കടം കൊടുക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു കൊമേഴ്ഷ്യൽ ബാങ്ക് പൊതുജനങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന പലിശ ബോറോയിങ് റേറ്റ്. ആ പണം ഉപയോഗിച്ച് ബാങ്ക് വായ്പകൾ നൽകുമ്പോൾ ബാങ്ക് ഈടാക്കുന്ന പലിശ ലെൻഡിങ് റേറ്റ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ വിളിക്കുന്നവരാണ് പ്രോഫിറ്റ്. അതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലാഭം. അപ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിച്ചു, ഡെപ്പോസിറ്റേഴ്സിന് ബാങ്ക് അങ്ങോട്ട് പലിശ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ബാങ്ക് ഡെപ്പോസിറ്റായി സ്വീകരിച്ച ഫണ്ട് യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തുവാനുള്ള മാർഗമാണ് വായ്പകൾ നൽകുക എന്നത്. ഇനി കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്ന വിവിധ തരത്തിലുള്ള വായ്പകൾ, ദി വേരിയസ് ഫോംസ് ഓർ ലെൻഡിങ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ. കൊമേഴ്ഷ്യൽ ബാങ്ക് പൊതുജനങ്ങൾക്ക് നൽകുന്ന വേരിയസ് ഫോംസ് ഓഫ് ലെൻഡിങ്, വിവിധ തരത്തിലുള്ള വായ്പകൾ. 1, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്. കസ്റ്റമർക്ക് എന്ത് കൊടുക്കും? ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ് കൊടുക്കും. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, എങ്കിലും ഞാനത് പറഞ്ഞേക്കാം. ഒരു കസ്റ്റമർക്ക്, ഒരു കറണ്ട് അക്കൗണ്ട് ഹോൾഡർക്ക് അയാളുടെ അക്കൗണ്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം ആവശ്യമായി വന്നാൽ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ സെക്യൂരിറ്റിയിന്മേൽ അധികം പണം പിൻവലിക്കുവാൻ ബാങ്ക് കസ്റ്റമറെ അനുവദിക്കും. ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപയാണ് കിടക്കുന്നത്, ഞാനൊരു കറണ്ട് അക്കൗണ്ട് ഹോൾഡറാണ്. ആ സമയത്ത് എനിക്ക് 1.5 ലക്ഷം രൂപയുടെ ഒരു ആവശ്യം വന്നാൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നൽകുന്ന സെക്യൂരിറ്റിയിന്മേൽ എനിക്ക് 1.5 ലക്ഷം രൂപ പിൻവലിക്കുവാൻ ബാങ്ക് എന്നെ അനുവദിക്കും. അധികം പിൻവലിച്ച പൈസയ്ക്ക് മാത്രമേ ബാങ്ക് പലിശ ഈടാക്കൂ. അത് തിരിച്ചടയ്ക്കുന്നതിന് നമ്മുടെ ഡെപ്പോസിറ്റിൽ ജസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുക മാത്രം ചെയ്താൽ മതി. ബാങ്ക് കസ്റ്റമർക്ക് നൽകുന്ന ഈ ഫെസിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഓവർ ഡ്രാഫ്റ്റ്. ഇനി അടുത്ത ക്യാഷ് ക്രെഡിറ്റ് ആണ്. 2-മത്തെ ഫോംസ് ഓഫ് ലെൻഡിങ്, ക്യാഷ് ക്രെഡിറ്റ്. നമ്മൾ ബാങ്കിന് നൽകുന്ന സെക്യൂരിറ്റിയിന്മേൽ, സെക്യൂരിറ്റിയുടെ വാല്യൂവിനനുസരിച്ച് ഓരോ വ്യക്തിക്കും ബാങ്ക് ഒരു ക്രെഡിറ്റ് ലിമിറ്റ് നിശ്ചയിക്കും. ആ ക്രെഡിറ്റ് ലിമിറ്റിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ബാങ്കിൽ നിന്നും വായ്പ എടുക്കാം. നമ്മൾ എടുക്കുന്ന പണത്തിന് മാത്രമേ ബാങ്ക് പലിശ ഈടാക്കൂ. ഈ ഫെസിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ക്യാഷ് ക്രെഡിറ്റ്.
അടുത്ത മൂന്നാമത്തെ ഫോംസ് ഓഫ് ലെൻഡിങ് ആണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇന്ന് മിക്കവാറും ബിസിനസ്സുകളെല്ലാം നടക്കുന്നത് ക്രെഡിറ്റ് ബേസിലാണ്. ഇപ്പോൾ ഒരു വ്യക്തി, ഒരു പ്രൊഡ്യൂസർ ഒരു സെല്ലർക്ക് കുറെ പ്രോഡക്റ്റ് കടമായി കൊടുക്കുന്നു. അങ്ങനെ കടമായി കൊടുക്കുമ്പോൾ അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് കടം വാങ്ങിക്കുന്ന വ്യക്തി പ്രൊഡ്യൂസർക്ക് ചെക്ക് കൊടുക്കുന്നു എന്ന് വെക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് കൊടുക്കും. ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ മാത്രമേ, അല്ലെങ്കിൽ ചെക്കിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ മാത്രമേ കസ്റ്റമർ ആ പ്രൊഡ്യൂസർക്ക് ബാങ്കിൽ നിന്ന് ക്യാഷ് കിട്ടൂ. ആ ഡേറ്റിന് മുന്നേ ആ പ്രൊഡ്യൂസർക്ക് ക്യാഷ് ആവശ്യമായി വന്നാൽ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഡിഡക്ട് ചെയ്തുകൊണ്ട് ബാങ്ക് അത് മാറിക്കൊടുക്കും. ഈ ഫെസിലിറ്റിയെ വിളിക്കുന്ന പേരാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്. ഇനി അടുത്ത ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. കസ്റ്റമർക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ്, അതായത് ഒരു ലംസം എമൗണ്ട്, വലിയൊരു എമൗണ്ട് ഫുള്ളായിട്ട് പ്രീ ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റിനനുസരിച്ച് കസ്റ്റമർക്ക് സെക്യൂരിറ്റിയിന്മേൽ നൽകുന്ന ഒരു വായ്പയാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇപ്പം ക്യാഷ് ക്രെഡിറ്റും ലോൺസ് ആൻഡ് അഡ്വാൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രണ്ടും വായ്പ നൽകുകയാണ്. ക്യാഷ് ക്രെഡിറ്റിൽ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് നിശ്ചയിക്കും. ആ ലിമിറ്റിനുള്ളിൽ നിന്ന് കസ്റ്റമർക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് മാത്രം പലിശ കൊടുത്താൽ മതി. ഇനി ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുമ്പോൾ ഒരു പ്രീ ഡിറ്റർമിൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും, മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ട പലിശയാണ്. എത്രയാണോ അനുവദിച്ചിരിക്കുന്ന ആ മൊത്തം എമൗണ്ട് കസ്റ്റമർക്ക് ഒന്നുപോലെ പിൻവലിക്കാം, അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാം. ലോൺ അനുവദിച്ച തുക ദിവസം മുതൽ മുഴുവൻ എമൗണ്ടിനും ബാങ്ക് പലിശ ഈടാക്കുകയും ചെയ്യും. അതാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, ക്യാഷ് ക്രെഡിറ്റ് ഉണ്ട്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഉണ്ട്. മറ്റ് ഫോംസ് ഓഫ് ലെൻഡിങ്, വേറെ തരത്തിലുള്ള ബാങ്ക് നൽകുന്ന വായ്പാ ഫോമുകളാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റിന്റെ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ദി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് എ പേഴ്സൺ ഈസ് ജഡ്ജ്ഡ് ബൈ ഹിസ് കറന്റ് അസറ്റ് നോൺ ആസ് കൊളാറ്ററൽ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ക്യാഷ് ക്രെഡിറ്റ്, ഈ ലോണും കാര്യങ്ങളെല്ലാം ബാങ്ക് കൊടുക്കുന്നത് സെക്യൂരിറ്റി വാങ്ങിച്ചുകൊണ്ടാണ്. ഒരാൾക്ക് എത്രമാത്രം കൊടുക്കാമെന്ന് തീരുമാനിക്കുന്നത് അയാൾ ബാങ്കിൽ സമർപ്പിക്കുന്ന സെക്യൂരിറ്റി, കൊളാറ്ററൽ സെക്യൂരിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി എന്താണ് കൊളാറ്ററൽ സെക്യൂരിറ്റീസ്? സെക്യൂരിറ്റി പ്ലഡ്ജ്ഡ് ഫോർ ദി റീപേയ്മെന്റ് ഓഫ് ലോൺ. ഞാൻ എടുത്ത ലോൺ ഞാൻ തിരിച്ചടച്ചോളാം എന്ന് ഉറപ്പ് നൽകുക. അത് ബാങ്കിന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി നമ്മൾ ബാങ്കിലേക്ക്, കസ്റ്റമർ ബാങ്കിൽ വെക്കുന്ന വസ്തുക്കളുടെ ആധാരം, സ്വർണം തുടങ്ങിയ വസ്തുക്കളെ വിളിക്കുന്ന പേരാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി. അപ്പം ലോണിന്റെ ഗ്യാരണ്ടി ആയിട്ട് ബാങ്കിൽ പ്ലഡ്ജ് ചെയ്യുന്ന വസ്തു, അതിനെ വിളിക്കുന്ന പേരാണ് കൊളാറ്ററൽ സെക്യൂരിറ്റീസ്. അപ്പോൾ ഇത്രയുമാണ് ബാങ്കിന്റെ ലെൻഡിങ് മണി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്രൈമറി ഫങ്ഷൻസ് പറഞ്ഞു കഴിഞ്ഞു. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ പ്രൈമറി ഫങ്ഷൻ രണ്ടെണ്ണമാണ്: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റും ലെൻഡിങ് മണി. ആറ് തരത്തിലുള്ള ലോൺ ഡെപ്പോസിറ്റുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വീകരിച്ചിട്ട് 4 തരത്തിലുള്ള വായ്പകൾ കൊമേഴ്ഷ്യൽ ബാങ്ക് കസ്റ്റമർക്ക് നൽകും. അതിൽ ഒരെണ്ണം ഇൻവെസ്റ്റ്മെൻറ്റും. അപ്പം ഏതൊക്കെയായിരുന്നു കൊമേഴ്ഷ്യൽ ബാങ്ക് സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകൾ? 6 കൊമേഴ്ഷ്യൽ ബാങ്കിൽ സ്വീകരിക്കുന്ന ഡെപ്പോസിറ്റുകളാണ്: കറന്റ് ഡെപ്പോസിറ്റ് ഓർ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഓർ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്, എൻഡോമെന്റ് ഡെപ്പോസിറ്റ്, മിസലേനിയസ് ഡെപ്പോസിറ്റ്. 6 തരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സ്വീകരിക്കുന്നു. എന്നിട്ട് 4 തരത്തിലുള്ള വായ്പകൾ കൊമേഴ്ഷ്യൽ ബാങ്ക് നൽകുന്നു: ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്, ക്യാഷ് ക്രെഡിറ്റ്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ലോൺസ് ആൻഡ് അഡ്വാൻസസ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇനി ഒരു കസ്റ്റമർക്ക് എത്രമാത്രം വായ്പ നൽകാം എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ കൊളാറ്ററൽ സെക്യൂരിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി എന്താണ് ഈ കൊളാറ്ററൽ സെക്യൂരിറ്റീസ്? വായ്പയെടുക്കുന്നതിന് ഗ്യാരണ്ടിയായി കസ്റ്റമർ ബാങ്കിൽ വെക്കുന്ന വസ്തു അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് കൊളാറ്ററൽ സെക്യൂരിറ്റീസ്. അപ്പോൾ പ്രൈമറി ഫങ്ഷൻസ് കഴിഞ്ഞു: അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഇനി നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ രണ്ടാമത്തെ ഫംഗ്ഷനാണ് സെക്കൻഡറി ഫങ്ഷൻസ്. ഇനി സെക്കൻഡറി ഫങ്ഷൻസ് ആർ ഓഫ് 2 ടൈപ്സ്. ഈ സെക്കൻഡറി ഫങ്ഷനും 2 തരത്തിലുണ്ട്. ദേ ആർ ഏജൻസി ഫങ്ഷൻ ആൻഡ് ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻ. ഏജൻസി ഫങ്ഷൻ എന്നും ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷനും 2 തരത്തിലുണ്ട്.
ഏതൊക്കെയാണ് നമുക്ക് ഏജൻസി ഫംഗ്ഷൻ എന്ന് നോക്കാം. അപ്പോൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഏജൻസി ഫംഗ്ഷൻ. കസ്റ്റമറുടെ ഏജന്റായിട്ട് ബാങ്ക് പ്രവർത്തിക്കും. അതാണ് ഏജൻസി ഫംഗ്ഷൻ. ഏതൊക്കെ രീതിയിലാണ് കസ്റ്റമറുടെ ഏജന്റായിട്ട് ബാങ്ക് പ്രവർത്തിക്കാൻ നോക്കാം. റെമിറ്റൻസ് ഓഫ് ഫണ്ട്. ഫസ്റ്റ് വൺ ഈസ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. കസ്റ്റമർക്ക് എവിടെയെങ്കിലും പണം അടയ്ക്കണമെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടി ആ പണം ആരടയ്ക്കും? ബാങ്ക് അടയ്ക്കും. അതാണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഓഫ് ഷെയർസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്സ്. ഒരു കസ്റ്റമർ എവിടെ നിന്നെങ്കിലും ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബാങ്കിലാണ് വാങ്ങി ബാങ്കിലാണ് സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഷെയറിൻ്റെ ഡിവിഡൻഡ് ലാഭവിഹിതം, ബോണ്ടിൻ്റെ പലിശ കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് കളക്ട് ചെയ്ത് കസ്റ്റമറുടെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി ക്രെഡിറ്റ് ചെയ്തു. പിന്നെ എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് സച്ചാസ്. സ്റ്റാൻഡിംഗ് ഓർഡർ മാത്രമേ ബാങ്ക് നടപ്പിലാക്കത്തുള്ളൂ. ചെയ്യണം എന്ന് ബാങ്കിനെ ചുമതലപ്പെടുത്തിയാൽ മാത്രം ബാങ്ക് ചെയ്യും. മേക്കിംഗ് ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ്. കസ്റ്റമർക്ക് ഏതെങ്കിലും ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം അടയ്ക്കാനുള്ള ചുമതല ബാങ്കിനെ ഏൽപ്പിച്ചാൽ ബാങ്ക് അടയ്ക്കും. ടെലിഫോൺ ബിൽ പേയ്മെന്റ്, ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെന്റ് എക്സെട്ര. ഇതൊന്നും സ്റ്റാൻഡിംഗ് ഓർഡർ ആണെങ്കിൽ മാത്രം, കസ്റ്റമർ ആൾറെഡി ബാങ്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ബാങ്ക് ഇത് ചെയ്യൂ. അല്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ട്, നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ അങ്ങ് അടച്ചു കളയാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് പ്രീമിയം അങ്ങ് അടച്ചു കളയാം എന്നൊരിക്കലും ബാങ്ക് ചിന്തിക്കാറില്ല. അപ്പോൾ ഫണ്ട് റെമിറ്റ് ചെയ്യുന്നു, കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമറുടെ ഷെയറിൻ്റെ ഡിവിഡൻഡ് കളക്ട് ചെയ്യുന്നു, ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കളക്ട് ചെയ്യുന്നു, കസ്റ്റമർ ബാങ്കിനെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകളായ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കണമെങ്കിൽ അത്, ടെലിഫോൺ ബില്ല് അടയ്ക്കണമെങ്കിൽ അത്, ഇക്കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഷെയർസ് ആൻഡ് ബോണ്ട്സ്. കസ്റ്റമർ ബാങ്കിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, എനിക്ക് കുറേ ഷെയറോ ബോണ്ടുകളോ ഒക്കെ വാങ്ങണം. അങ്ങനെ വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് ബാങ്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ബാങ്ക് ചെയ്തു തരും. അതാണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ബോണ്ട്സ്, ഷെയർസ് ആൻഡ് ബോണ്ട്സ്. പ്രിപ്പയറിംഗ് ഇൻകം ടാക്സ് ഡോക്യുമെന്റ്സ്, പ്രിപ്പയറിംഗ് ഇൻകം ടാക്സ് റിട്ടേൺസ് ആൻഡ് റെമിറ്റിംഗ് ടാക്സ് എമൗണ്ട് ഫോർ ദി കസ്റ്റമർ. ഇൻകം ടാക്സ് റിട്ടേൺസ് ബാങ്ക് പ്രിപ്പയർ ചെയ്യും, കസ്റ്റമർക്ക് വേണ്ടി ഇൻകം ടാക്സ് അടയ്ക്കും. ഇത്രയും കാര്യങ്ങൾ നേരിട്ട് കസ്റ്റമർ പോയി ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. കസ്റ്റമർ പോകാതെ കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് ചെയ്തു. ഇത്രയുമാണ് കസ്റ്റമർക്ക് ബാങ്ക് ചെയ്തു കൊടുക്കുന്ന ഏജൻസി ഫങ്ഷൻസ്. അപ്പോൾ ഏജൻസി ഫങ്ഷനിൽ ഒന്നാമത്താണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്. 2, കളക്ഷൻ ഓഫ് ഡിവിഡൻഡ് ഓഫ് ഷെയർസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ബോണ്ട്സ്, എക്സിക്യൂഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ്, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ബോണ്ട്സ് ആൻഡ് ഷെയർസ് ആൻഡ് ബോണ്ട്സ്, പ്രിപ്പയറിംഗ് ഇൻകം ടാക്സ് റിട്ടേൺസ് ആൻഡ് റെമിറ്റിംഗ് ദി ടാക്സ് എമൗണ്ട് ഫോർ ദി കസ്റ്റമർ. ഇത്രയുമാണ് ബാങ്ക് കസ്റ്റമർക്ക് ചെയ്തു നൽകുന്ന ഏജൻസി ഫംഗ്ഷൻ. ഇനി സെക്കൻഡറി ഫംഗ്ഷനിൽ രണ്ടാമത്താണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻ. കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് നൽകുന്ന ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനാണ് ഒന്ന്, പ്രൊവൈഡിംഗ് ലോക്കർ ഫെസിലിറ്റീസ്. കസ്റ്റമർക്കുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ ബാങ്ക് സുരക്ഷിതമായി സൂക്ഷിക്കുന്നു, അതിന് ലോക്കർ ഫെസിലിറ്റീസ് കൊടുക്കുന്നു. അണ്ടർ റൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ഫോം അവരുടെ കുറേ സെക്യൂരിറ്റീസ് വിൽക്കണം, അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് പണയം വെക്കണം, അതിനെ ബാങ്ക് ഗ്യാരണ്ടി ചെയ്തു കൊടുക്കും. അതാണ് അണ്ടർ റൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഗിവിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു ദി കസ്റ്റമേഴ്സ്. കസ്റ്റമർക്ക് വേണ്ടി ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഈ ഇതുമായി വരുന്ന വ്യക്തിക്ക് ഇത്രമാത്രം തുകയ്ക്കുള്ള സാധനങ്ങൾ കൊടുത്തോളൂ, ഇയാൾക്ക് അതിനുള്ള ആസ്തിയാണ് ഉള്ളയാളാണ് എന്ന് ബാങ്ക് ഗ്യാരണ്ടി ചെയ്യുന്നതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നൽകുന്നു. ഇഷ്യൂയിങ് ട്രാവലേഴ്സ് ചെക്ക്, ഗിഫ്റ്റ് ചെക്ക് എക്സെട്ര. ഗിവിംഗ് ഇൻഷുറൻസ് കവറേജ് ടു ഡെപ്പോസിറ്റേഴ്സ്. ഇത്രയുമാണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്. ഇപ്പോൾ എന്തൊക്കെ ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ് ആണ് കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് ചെയ്തു കൊടുക്കുന്നത്? ലോക്കർ ഫെസിലിറ്റീസ് ഉണ്ട്, അണ്ടർ റൈറ്റിംഗ് സെക്യൂരിറ്റീസ് ഉണ്ട്, ഗിവിംഗ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ടു കസ്റ്റമേഴ്സ് ഉണ്ട്, ഇഷ്യൂയിങ് ട്രാവലേഴ്സ് ചെക്ക്, ഗിഫ്റ്റ് ചെക്ക് ഉണ്ട്, ഗിവിംഗ് ഇൻഷുറൻസ് കവറേജ് ടു ഡെപ്പോസിറ്റേഴ്സ്. ഇത്രയുമാണ് ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ 2 ഫംഗ്ഷൻ പറഞ്ഞു കഴിഞ്ഞു, പ്രൈമറി ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡറി ഫംഗ്ഷൻ. പ്രൈമറി ഫംഗ്ഷൻ 2 അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് മണി. ഡെപ്പോസിറ്റ് 6 തരത്തിൽ സ്വീകരിക്കും, ലെൻഡിങ് 4 തരത്തിൽ. ഏതൊക്കെയായിരുന്നു 6 തരത്തിലുള്ള ഡെപ്പോസിറ്റ്? ഒന്ന്, കറണ്ട് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ഓർ കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ്സ് ഡെപ്പോസിറ്റ്, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓർ ടൈം ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഓർ ക്യുമുലേറ്റീവ് ഡെപ്പോസിറ്റ്,
എൻഡോമെന്റ് ഡെപ്പോസിറ്റ്, മിസലേനിയസ് ഡെപ്പോസിറ്റ്. അടുത്ത ലെൻഡിങ് മണി. 4 തരത്തിലുള്ള വായ്പകൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ നൽകും. ഒന്ന്, ഓവർഡ്രാഫ്റ്റ്, പ്രൊവൈഡിങ് ഓവർഡ്രാഫ്റ്റ് ഫെസിലിറ്റീസ്, ഗിവിംഗ് ക്യാഷ് ക്രെഡിറ്റ്സ്, ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഗിവിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഗവൺമെന്റ് സെക്യൂരിറ്റീസ്. ഇത് ഇത്രയും ബാങ്കിന്റെ പ്രൈമറി ഫംഗ്ഷൻ. ഇനി സെക്കൻഡറി ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞത് 2 എണ്ണമാണ്. സെക്കൻഡറി ഫംഗ്ഷൻ ഏജൻസി ഫംഗ്ഷനുമുണ്ട്, ജനറൽ യൂട്ടിലിറ്റി ഫംഗ്ഷനുമുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് ഏജൻസി ഫംഗ്ഷൻ ഏതൊക്കെയായിരുന്നു? ഫണ്ട് റെമിറ്റ് ചെയ്യുക, കസ്റ്റമറുടെ ഷെയറിന്റെ ഡിവിഡൻറ്റും ബോണ്ടിന്റെ ഇൻട്രസ്റ്റും കളക്ട് ചെയ്യുക, കസ്റ്റമർ നൽകിയിട്ടുള്ള ഓർഡറുകൾ സാക്ഷാത്കരിക്കുക, ബോണ്ടുകളും ഷെയറുകളും പർച്ചേസ് ചെയ്യുക, ഇൻകം ടാക്സ് പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക, കസ്റ്റമർക്ക് വേണ്ടി ഇൻകം ടാക്സ് അടയ്ക്കുക. എന്തൊക്കെ ജനറൽ യൂട്ടിലിറ്റി സർവീസാണ് കസ്റ്റമർക്ക് വേണ്ടി ബാങ്ക് ചെയ്തു തരുന്നത്? ലോക്കർ ഫെസിലിറ്റീസ് ലഭ്യമാക്കുക, സെക്യൂരിറ്റീസ് അണ്ടർറൈറ്റ് ചെയ്യുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഇഷ്യൂ ചെയ്യുക, ട്രാവലേഴ്സ് ചെക്ക്, ഗിഫ്റ്റ് ചെക്ക് ഇവ ഇഷ്യൂ ചെയ്യുക, ഈ കസ്റ്റമർക്ക് ഇൻഷുറൻസ് കവറേജ് നൽകുക. ഇത്രയുമാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ്. ഇനി കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷനുകളുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ കടക്കുന്നു. ഡെവലപ്മെന്റ് ഫങ്ഷൻസ്. എന്താണ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കസ്റ്റമർക്ക് വളരെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകും. പിന്നോക്ക വിഭാഗങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകുക. അതുപോലെ തന്നെ സ്വയം തൊഴിൽ പദ്ധതികൾക്ക് വായ്പകൾ നൽകുക. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വായ്പകൾ നൽകുക. അപ്പോൾ ഒരു രാജ്യത്തിന്റെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വായ്പകൾ നൽകുക. അപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളുടെ സമഗ്ര വികസനം സാധ്യമാകും. സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വായ്പ നൽകുക. തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, രാജ്യത്തിൻ്റെ ആത്യന്തിക സമഗ്ര വികസനം. ഇത്രയും കാര്യങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് വായ്പ നൽകുന്നതിലൂടെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ആ രാജ്യത്തിൻ്റെ വികസനത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. അപ്പോൾ ഗിവിംഗ് ലോൺ അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ബാക്ക്വേർഡ് ക്ലാസസ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് വായ്പ നൽകുന്നു. പിന്നെ ഗിവിംഗ് ലോൺ ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, സ്വയം തൊഴിൽ പദ്ധതികൾക്ക് വായ്പ നൽകുന്നു. ഗിവിംഗ് ലോൺസ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയ ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. ഇതൊക്കെ എക്സെട്ര ആർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡെവലപ്മെന്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇത്രയുമാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന ധർമ്മങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ 2 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഡിസ്കസ് ചെയ്ത 2 കാര്യങ്ങളിൽ ഒന്ന് സപ്ലൈ ഓഫ് മണി, അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വന്ന 2 ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു വന്നത് ആദ്യം ബാർട്ടർ സിസ്റ്റം, ഡിഫിക്കൽട്ടീസ് ഓഫ് ബാർട്ടർ സിസ്റ്റം, മണി, ഫങ്ഷൻസ് ഓഫ് മണി. അത് കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ഇനിയും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്സ് ആൾ ഓഫ്